രാവിലെ വെറും വയറ്റിൽ നെഗറ്റീവ് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ വന്ന് കണ്ടാൽ മതി. കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്ത വർക്കാവാത്ത ഒരു സിനിമയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ അക്വാമാൻ തിയേറ്ററിൽ പോയി കണ്ടു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു റിവ്യൂ പറയാനാണെങ്കിൽ, അതായത് നമ്മൾ ടി വിയിൽ ഈ ചാനലുകളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പോകുമല്ലോ, ഏതെങ്കിലും സിനിമയുണ്ടോ എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ഷൻ രംഗം കാണണം, ചുമ്മാ ഏതെങ്കിലും റാൻഡമായിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു റാൻഡം ആക്ഷൻ സീൻ കാണണം, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ സിനിമയൊക്കെ കാണണം എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഓരോ ക്ലിപ്പുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അറിയാതൊരു കൊറിയൻ അല്ലെങ്കിൽ ചൈനീസ് സൈഫൈ പടം വന്നു എന്ന് വിചാരിക്കും. നമ്മൾ കുറച്ച് നേരം ഒരു രസത്തിൽ ഇങ്ങനെ കണ്ടിരിക്കും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ചാനൽ മാറ്റും, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയും. ഇനി അതല്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ തുടങ്ങിയത്. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്യും. നമുക്കൊരു നഷ്ടബോധം തോന്നാത്തൊരു സിനിമ. ശരിക്കും അങ്ങനെ ഒരു അനുഭവമായിരുന്നു എനിക്ക് അക്വാമാൻ ദി ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഒരു ഇമ്പാക്റ്റും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ കണ്ടിരുന്നു എന്നുള്ളത്. സത്യത്തിൽ ട്രെയിലർ കണ്ടപ്പോഴേ എനിക്കങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അതായത് പ്രതീക്ഷകൾ മാക്സിമം കുറച്ചിട്ട് പോകേണ്ട പടമാണ് എന്ന് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ 4DX ബുക്ക് ചെയ്തത്. അതാകുമ്പോൾ തിയേറ്ററിൽ മറ്റേ സീറ്റൊക്കെ ഇങ്ങനെ ഇരുന്ന് കുലുങ്ങുമല്ലോ. പൊതുവേ എനിക്ക് ആ പരിപാടി ഇഷ്ടമല്ല. ലാസ്റ്റ് MCUവിൻ്റെ ഏതോ ഒരു പടമാണ് ഞാൻ അങ്ങനെ പോയിരുന്ന് കണ്ടത്. എനിക്ക് ആ എക്സ്പീരിയൻസ് ഭയങ്കര ടെറിഫിക് ആയിട്ട് തോന്നി. കാര്യം ഇമോഷണൽ രംഗമൊക്കെ ആയിരിക്കും. ദൂരെ എവിടെയോ പടക്കം പൊട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ കസേര കുലുക്കിക്കൊണ്ടിരിക്കും. പിന്നെ സീനിൽ വെള്ളം വരുമ്പോൾ ഒരു വെള്ളമൊക്കെ ചിരിക്കുമല്ലോ. അത് സീൻ കഴിഞ്ഞ് അടുത്ത സീനിലേക്ക് പോകുമ്പോഴായിരിക്കും താഴെ എത്തുന്നുണ്ടാവുക. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് 4DX പരിപാടി ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഈ സിനിമ കടലിൻ്റെ അടിയിലും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തിയേറ്ററിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഒരു കാര്യം ഉണ്ടായില്ല. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, അക്വാമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആ ക്യാരക്ടർ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം. പിന്നെ കടലിൻ്റെ അടിയിലെ വിഷ്വൽസ് അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ആവറേജ് ആയിരുന്നേ. അതൊരു ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല, ഒരു ആവറേജ് സാധനങ്ങളൊക്കെ തന്നെയാണ്. കൊള്ളാം. സിനിമ തുടങ്ങുമ്പോൾ ആദ്യമേ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഏതോ ഒരു സ്പിൻ ഓഫ് കാണുന്ന പോലെയൊക്കെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നു. പിന്നെ പുള്ളി കടലിൽ പോകുന്നു. കടലുമായിട്ട് ബന്ധപ്പെട്ട് അറിയാലോ, ഒരു പൊതുശത്രുവിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വലിയ ടച്ചിലില്ലാത്ത ആളുകൾ ഒരുമിക്കുക എന്ന് പറയുന്ന കാര്യമൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ഈ സിനിമയിൽ, കഴിഞ്ഞ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിന് തിരിച്ചു കൊണ്ടുവരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതിലങ്ങനെ സ്പോയിലറൊന്നുമില്ല. എന്നാലും സിനിമയിൽ എനിക്ക് ഒരു പുതുമയും തോന്നാതെ, അല്ലെങ്കിൽ ഒരു ചാർജിങ് ആയിട്ടൊരു സാധനം ഫീൽ ചെയ്യാതിരുന്നത് അതിൻ്റെ VFX കൊണ്ടാണ്. VFX എന്ന് പറയുമ്പോൾ അത് ചെയ്തതിലെ പെർഫെക്ഷൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത് കാണുന്നതിലെ പുതുമയുണ്ടല്ലോ, ആ കാഴ്ചകൾ, അതിലൊന്നും എനിക്ക് അത്ര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഒരു പഴയ പടം കാണുന്നത് പോലെ ഒരു 90s വൈബൊക്കെയാണ് എനിക്ക് പലതിലും ഫീൽ ചെയ്തത്. ടു ഓൾഡ് ടു വാച്ച് ഇൻ 2023 എന്നൊക്കെ പറയുന്ന പോലെ ഈ ഏൻഷ്യൻ മെഷീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ആ അഡ്വാൻസ്മെൻറ്റ്സ് ഒന്നും നമുക്ക് ഇവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഴ്ചയിലോ ഒന്നും തോന്നിയില്ല. അതുപോലെ തന്നെ ഇതിൽ ഇവർ ഒരു ത്രെട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ ത്രെട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റേ ഗ്രീൻ ഹൗസ് ഗ്യാസുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അതും എനിക്ക് ഭയങ്കര സില്ലിയാണോ എന്ന് തോന്നിപ്പോയി. ആൻഡ് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, പിന്നെ കുറച്ച് ഇമോഷണൽ സാധനങ്ങൾ, ഫാമിലി എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങൾ, അതൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. മാത്രമല്ല സിനിമയെ വല്ലാണ്ട് പുറകോട്ട് വലിക്കുന്ന പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ പല രംഗങ്ങളും പല ഡയലോഗുകളും ഒക്കെ ഒരു ലാഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു തലത്തിലേക്ക് പോകുന്നത് പോലെ തോന്നി. ഇവർ ഈ ജ്യേഷ്ഠാനിയന്മാർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായിട്ടില്ല. ശരിക്കും ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് സ്കൂൾ കുട്ടികളെ കാണിക്കാം. അവരെ കാണിച്ചിട്ട് സന്മാർഗ്ഗ പാഠാവലി ഒഴിവാക്കിയതിന് ശേഷം ഇത് കണ്ടില്ലേ, നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു DC പടം കാണുന്ന ആ ഒരു സാധനമൊന്നും എനിക്ക് തോന്നിയില്ല. ഡിസ്നി പിക്സാർ സ്റ്റുഡിയോസിൻ്റെ എവിടെയോ ഇരുന്ന ഒരു സ്ക്രിപ്റ്റ് അടിച്ച് മാറ്റിക്കൊണ്ടുവന്നത് അക്വാമാന് വേണ്ടിയിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തു എന്ന് തോന്നിപ്പോയി. ആകെ മൊത്തത്തിൽ ഒരു നിരാശയായിരുന്നു. ഞാൻ പടം കണ്ടു വന്നിട്ട് ഇപ്പം 24 മണിക്കൂറിന് മുകളിലെങ്കിലും ആയിട്ടുണ്ടാവും. എനിക്കിതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ത്രില്ല് ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ വെറുക്കുന്നത് എക്സ്ട്രീം ആവുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് എക്സ്ട്രീം ആവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ നമുക്കിത് പറഞ്ഞേ പറ്റൂ എന്നൊക്കെ തോന്നുക. പടം കഴിഞ്ഞ് വന്നിട്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പടം ഗംഭീരമായിട്ട് തോന്നിക്കാണും. ചിലപ്പോൾ കുറച്ചും കൂടി നെഗറ്റീവ്സ് പറയണമെന്നും തോന്നുന്നുണ്ടാവും. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.